عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله. സ്നേഹനിധികളായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളെ, നമ്മയൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനകർഹനും അത്യുത്തമമായ നാമഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുള്ള ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ബലവത്തായി ഉപദേശിക്കുന്നു. അനുസരിച്ച് ജീവിച്ച് നരകാകിനും അകറ്റപ്പെട്ട് വിചാരണം കൂടാതെ തന്നെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഹാഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹമാകട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആൻ എപ്രകാരമാണ് പഠിക്കേണ്ടത് എന്നെ സംബന്ധിച്ച് ഒരു സഹാബി റിപ്പോർട്ട് ഹദീസാണ് നിങ്ങൾ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നത്. عن جندب بن عبد الله قال كنا مع النبي صلى الله عليه وسلم ونحن فتيان حزابرة فتعلمنا الإيمان قبل أن نتعلم القرآن ثم تعلمنا القرآن فازددنا به إيمانا. ജുന്ദുബ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന വിഷയത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹം പറയുന്നു, കുന്നാമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ആ സന്ദർഭം ഞങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭം ഖുർആൻ പഠിക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ചെന്നിരുന്ന ആ സന്ദർഭം. വനഹ്നു ഫിത്യാനുൻ, ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്നു, യുവാക്കളായിരുന്നു. ഹസാവിറത്തുൻ, യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ കാലഘട്ടം, യുവത്വം, കുട്ടിപ്രായമൊക്കെ വിട്ട് യുവാക്കളായി വിവാഹപ്രായത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ കുട്ടിപ്രായം കുറ്റം ചെയ്ത് ആ സന്ദർഭം യുവത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന, ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്ന ആയില്ല എന്നുള്ള യുവാക്കളായിരിക്കുന്നു ആകാൻ ഈക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിരുന്നു. അപ്പോഴോ ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഖുർആൻ പഠിപ്പിച്ചത് ഇതിനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കതിൽ മാതൃകയുണ്ട്. നബിയും സഹാബത്തും എപ്രകാരമാണോ ദീൻ ജീവിതത്തിൽ പ്രാപ്തിമാക്കി മാതൃക കാട്ടി തന്നു, അപ്രകാരം തന്നെ നമ്മളെന്ത് ചെയ്യണം?
മാതൃകകളായി ജീവിക്കണം. മാത്രം പോരാ, അത് മറ്റൊരു പഠിപ്പിച്ചു കൊടുക്കും വേണം. പഠിപ്പിക്കുക, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അത് അപ്പം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ബോധം ഉണ്ടാവണം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആര് ജുന്ദുബിന് അബ്ദുല്ല റളിയല്ലാഹു പറയാണ്, ഫതഅല്ലംന, ഞങ്ങളങ്ങനെ പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഖുർആൻ പഠിക്കാൻ വേണ്ടി ചിന്തിച്ചിരിക്കുകയാണ്. ഫതഅല്ലംനൽ ഈമാന, ഈമാൻ കാര്യങ്ങളാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. ആര് ഞങ്ങൾ പഠിപ്പിച്ചത് ഒന്ന് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ചെന്നിരുന്നിട്ടുള്ളത് സാഹിബന്മാർ. മനസ്സിലായ? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, അവരെന്ത് പഠിപ്പിച്ചത്? ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് ഈമാൻ കാര്യം ഫതഅല്ലംന, ഞങ്ങൾ പഠിപ്പിച്ചു. ഫതഅല്ലംനൽ ഈമാന, ഈമാൻ കാര്യങ്ങളാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. ഖബല നതഅല്ലമ അൽ ഖുർആന, ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ്, ഞങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ഞങ്ങൾ പഠിച്ചത് എന്തായിരുന്നു? ഈമാൻ കാര്യങ്ങളായിരുന്നു. എന്താ ഈമാൻ കാര്യങ്ങൾ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഹദീസ് പറഞ്ഞ ശേഷം പറയാം കേട്ടോ. സുമ്മ തഅല്ലംനൽ ഖുർആന, പിന്നീടാണ് ഞങ്ങളെ ഖുർആൻ പഠിപ്പിച്ചത്. ഈമാൻ കാര്യത്തിൽ പ്രധാനപ്പെട്ടത് അള്ളാഹുവിൽ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം. മനസ്സിലായ? ആരാണ് അള്ളാഹു? അള്ളാഹുവിൽ വിശ്വാസം, അതാണ് സുപ്രധാനമായിട്ടുള്ള ഈമാൻ കാര്യങ്ങൾ. നമുക്കറിയാം അല്ലേ? ഒന്നാമതായി അള്ളാഹുവിൽ വിശ്വാസം. ഈമാൻ കാര്യങ്ങൾ നമ്മൾ പിന്നെ പറയും ആറെണ്ണം. പക്ഷേ ആദ്യമായി എന്താ പഠിക്കേണ്ടത് ഈമാൻ കാര്യത്തിൽ? അള്ളാഹുവിൽ വിശ്വാസം. ഇൻഷാ അല്ലാഹ് ഇത് ഈ ഹദീസിന് അർത്ഥം പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. അപ്പോൾ ഞങ്ങൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? ഞങ്ങളെ ഈമാൻ കാര്യമായിരുന്നു അത് പഠിപ്പിച്ചിരുന്നത്. പിന്നീടാണ് ഞങ്ങൾ ഖുർആൻ പഠിച്ചിരുന്നത് അർത്ഥം. മനസ്സിലായ? അപ്പോൾ നമ്മളെന്ത് വേണം? ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് ഈമാൻ കാര്യങ്ങൾ പഠിക്കണം. മനസ്സിലായ? എൻ്റെ പ്രാധാന്യം മനസ്സിലായ? ഈമാൻ കാര്യം പഠിക്കാതെ ഖുർആൻ പഠിച്ചിട്ട് അതൊരു കാര്യമില്ല. വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് എന്ത്? ഈമാൻ കാര്യം പഠിക്കുക എന്നുള്ളത്. ഈമാൻ കാര്യം പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കുക, അള്ളാഹുവിൻ്റെ വിശ്വാസം, അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കുക. അത് മുഖ്യമായ വിഷയം. എല്ലാം പഠിക്കണം. സുമ്മ തഅല്ലംനൽ ഖുർആന, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തത്? ഖുർആൻ പഠിപ്പിച്ചത്. അപ്പം നമ്മൾ എന്ത് എങ്ങനെ ആവണം? ആദ്യമായി ഖുർആൻ പഠിക്കുകയാണെങ്കിൽ ഈമാൻ കാര്യമാണ് പഠിക്കേണ്ടത്. മദ്രസയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈമാൻ കാര്യം നമ്മൾ പഠിക്കുമല്ലോ, ഇല്ലേ? ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരും. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? ഫസ്ദദ്നാ ബിഹി ഈമാന, അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ വിശ്വാസം വർദ്ധിച്ചു. അക്കാരണത്താൽ അള്ളാഹുവിൻ്റെ വിശ്വാസം. ആരാണ് അള്ളാഹു? അള്ളാഹുവിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു? പഠിപ്പിച്ചു കൊടുക്കും. ആരാണ് അള്ളാഹു? അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അത് ആരാണ് അള്ളാഹു എന്നുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളെ പൂർത്തിയായിക്കോളും. എന്നിട്ടാണ് ഈമാൻ കാര്യം പഠിച്ചതിന് ശേഷമായിരുന്നു ഖുർആൻ പഠിപ്പിച്ചിരുന്നത്. അത് ഖുർആൻ പിന്നെ എങ്ങനെ പഠിച്ചിരുന്നത്? 10 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ ഹദീസിൽ പറയുന്നുണ്ട്, 10 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത് എന്നുകൂടി എന്ത് ചെയ്യുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പഠിപ്പിച്ചു കൊടുക്കും. പിന്നീടായിരുന്നു 10 ആയത്തുകൾ പഠിച്ചു തരുന്നത്. അങ്ങനെയാണ് അവരെന്ത് ചെയ്തത്? ഖുർആൻ പഠിച്ചത്. അപ്പം നമ്മളെന്ത് വേണം? അങ്ങനെ തന്നെ പഠിക്കണം. ഗൗരവം മനസ്സിലായ? സഹാബിമാർ എപ്രകാരമാണോ ഖുർആൻ പഠിച്ചത് അപ്രകാരം തന്നെയായിരിക്കണം നമ്മളും ഖുർആൻ പഠിക്കേണ്ടത്. അതിൻ്റെ അപാകതയാണ്. അങ്ങനെ പഠിക്കാത്തത് കൊണ്ടാണ് ഇവിടെ
പല അപകടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? അങ്ങനെ അതായത് ഖുർആൻ പഠിക്കേണ്ട രൂപത്തിലൂടെ നമ്മൾ പഠിക്കാതിരുന്നാൽ പല അപകടങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്തൊക്കെ അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ സമയം പോലെ ഒഴിവുപോലെ വിഷയം നൽകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണ് സഹാബിമാർക്ക് ഖുർആൻ പഠിപ്പിച്ചത്, അപ്രകാരം ആയിരിക്കണം നമ്മളും ഖുർആൻ പഠിക്കേണ്ടത്. ഒരു മനസ്സിലായില്ലേ? അപ്പോൾ എന്തായിരുന്നു ആദ്യം പഠിപ്പിച്ചിരുന്നത് പറഞ്ഞപ്പോൾ, എന്തായിരുന്നു ആദ്യം പഠിപ്പിച്ചിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. മനസ്സിലായ? എന്തൊക്കെ ഈമാൻ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നോക്കുക. അള്ളാഹുവിൽ വിശ്വാസം, അള്ളാഹുവിൽ മലക്കുൽ വിശ്വാസം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വാസം, പ്രവാചകന്മാരുടെ വിശ്വാസം, അന്ത്യനാളിൽ വിശ്വാസം, നന്മയും അള്ളാഹുവിനുള്ള വിശ്വാസം അല്ലേ, ഖദറിൽ വിശ്വാസം. അപ്പം ഈ കാര്യങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു, വിശദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹബരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് പഠിച്ചറിഞ്ഞതിന് ശേഷം ആയിരിക്കും പിന്നീട് ഖുർആൻ പഠിച്ചിരുന്നത്. അതും 10 ആയത്ത് പഠിച്ച് അതുകൊണ്ട് എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത് അതും പഠിച്ചിട്ട് പിന്നെ 10 ആയത്ത്. അങ്ങനെയാണ് അവരെന്ത് ചെയ്തത്, ഖുർആൻ പഠിച്ചത്. അവരുടെ ഭാഷയിലാണ് ഖുർആൻ ഉള്ളത്. അവർക്കെന്തല്ല അതിന് അർത്ഥം പഠിക്കേണ്ട ആവശ്യമില്ല. അതിന് വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഹദീസ്, അതും ഖുർആനും ഹദീസും അത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കറിയാം? അറബികൾക്ക് അറിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, ഖുർആനും ഹദീസും വായിക്കാനും പഠിക്കണം, അർത്ഥവും പഠിക്കണം. ഒരു പണി കൂടി നമുക്ക് കൂടുതലുണ്ട്. അവർക്ക് ഖുർആൻ വായിച്ചു പഠിച്ചാൽ തന്നെ, അതിന് തഫ്സീറായാലും സുഹാനിസ്മും ഹദീസും പറഞ്ഞു കൊടുത്താൽ തന്നെ അവർക്കെന്തായി, കാര്യങ്ങൾ വ്യക്തമായി. നമ്മൾക്കോ അങ്ങനെ പോരാ. മനസ്സിലായ? നമുക്കെന്ത് വേണം, അതിൻ്റെ അർത്ഥവും പഠിക്കണം. അതെന്താവുന്നു, അർത്ഥം പഠിച്ചിട്ട് എങ്കിലേ നമുക്ക് ഈമാൻ വർദ്ധിക്കുള്ളൂ. അവർക്ക് ഈമാൻ വർദ്ധിച്ചു. എങ്ങനെ? ഈമാൻ കാര്യത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ശേഷം എന്ത് ചെയ്തു, ഖുർആൻ പഠിപ്പിച്ചപ്പോഴേ അവർക്ക് എന്ത് ചെയ്തു, ഓരോരോ ആയത്തുകളും ഓതുമ്പോഴേ അതിൻ്റെ അർത്ഥം അറിയും. അല്ലാഹുവിനെ സംബന്ധിച്ച വിശേഷങ്ങൾ, ലോകത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതേപോലെ തന്നെ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ വേദങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ, മലക്കുകളെ സംബന്ധിച്ച് എല്ലാം ഖുർആനിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു ഈമാൻ കാര്യം പഠിച്ചു. പിന്നെ എന്ത് ചെയ്യുന്നു, ഖുർആൻ്റെ വിഷയം കൂടി ആവുമ്പോഴേ അവരുടെ ഭാഷയിലല്ല ഖുർആനുള്ളത്. അവർക്ക് എന്ത് ചെയ്തു, ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ആവശ്യമുള്ളയിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, വിശദീകരിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കും, വഹി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നീ ഊതീതുൽ ഖുർആന മിസ്ല മഅഹു, ഇനി വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു, അത്ര വേറെയും അവതരിപ്പിച്ചു. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മളും ഖുർആൻ പഠിക്കേണ്ടത്. മനസ്സിലായോ? കാരണം അല്ലാഹു തആല സഹാബിമാരെ പറ്റി പറയുകയുണ്ടായി, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നമുക്ക് അങ്ങനെ ആയത്ത് കാണാം. സഹാബിമാരെ സംബന്ധിച്ച് അത് പറയുന്നു, അല്ലാഹു തആല പറയണം, എന്താ പറയേണ്ടത്, വകദാലിക ജഅൽനാകും, അപ്രകാരം നാം നിങ്ങളാക്കിയിരിക്കുന്നു, ഉമ്മത്തുൻ വസതൻ, ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ലിതകൂനു ശുഹദാ അലന്നാസ്,
നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകാ സാക്ഷികളാകുവാൻ വേണ്ടി. വയക്കൂൻ റസൂലായിരിക്കും ഷഹീദ, റസൂല് നിങ്ങൾക്കും മാതൃകാ സാക്ഷിയായിരിക്കും. അപ്പം നബി അതാർക്ക് നിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ സാഹിബന്മാർക്കും മാതൃകാ സാക്ഷിയായിരിക്കും. ആരോടെ പറയുന്നത്? സാഹിബന്മാരോടെ പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുർആൻ പഠിച്ചറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് അമൽ ചെയ്യേണ്ടത് എന്നും കൂടി ആരെ പഠിപ്പിച്ചു കൊടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർ പഠിപ്പിച്ചു കൊടുത്തു. അതോടുകൂടി എന്ത് പറഞ്ഞു? കുല്ല ഇബാദത്തുൻ ലാ തഅബ്ബദ അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അനുഷ്ഠിക്കാത്ത കുറെ ഇബാദത്തുകളും പിന്നെയുള്ളവർ അനുഷ്ഠിക്കേണ്ടതില്ല. സ്വർഗത്തേക്ക് കടക്കാൻ ആവശ്യമായ എല്ലാ ഇബാദത്തുകളും ആര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് പൂർത്തിയൊക്കെ തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പ് ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഞാൻ ദീന പൂർത്തിയൊക്കെ തന്നിരിക്കുന്നു. ഇനി എന്ത് വേണ്ട? അതിലൊന്നും കുറക്കും വേണ്ട, കൂട്ടും വേണ്ട. ജൂത ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? അല്ലാഹു കോപിച്ചു. എന്ത് കാരണം? നമ്മൾ ഫാത്തിഹ ഓതാറില്ലേ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം ഓതാറുണ്ടല്ലോ. ആരാ ഗൈറുൽ മഗ്ദൂബ്? കോപിക്കപ്പെട്ടവരുടെ പാതയിലല്ല. ആരാ? ജൂത ക്രിസ്ത്യാനികൾ. എന്തേ അവരെ കോപിച്ചത്? അത് ദീനില്ലാത്ത കുറേ കാര്യങ്ങൾ ദീനിൽ കടത്തി കൂട്ടി, ഉള്ള കാര്യങ്ങൾ വെട്ടിച്ചുരുക്കി. അതുകൊണ്ട് എന്ത് ചെയ്തു? അള്ളാഹു അവർ കോപിച്ചു. ആ മാർഗം നമുക്ക് പാടില്ല. നമുക്ക് എങ്ങനെ വേണം? ഏതാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു കർമ്മങ്ങൾ ചെയ്യാൻ, എങ്ങനെയാണോ ഖുർആൻ കൊണ്ട് കർമ്മം ചെയ്യുവാൻ പഠിപ്പിച്ചത് അപ്രകാരം അവിടെ നിൽക്കണം. അമ്മ ആത്താക്കും റസൂൽ ബഹുദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് അത് സ്വീകരിക്കുക. അമ്മ നഹാക്കുമെന്നു ഫന്തഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യം വിട്ടുവെക്കുക. മനസ്സിലായോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബിമാരോട്, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, എങ്ങനെയാണോ ഞാൻ നിങ്ങൾക്ക് നമസ്കരിച്ച് കാണിച്ചു അപ്രകാരങ്ങൾ നമസ്കരിക്കുക. ഏതുവരെ? അവസാനമായി ആദ്യമായിട്ട് നമുക്ക് നിർബന്ധമാക്കിയത് 5 വക്ത് നമസ്കാരങ്ങൾ. അപ്പം 5 വക്ത് നമസ്കാരങ്ങൾ എങ്ങനെ നമസ്കരിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ പഠിപ്പിച്ചു കൊടുത്തു. അപ്പം അപ്രകാരം അവരെന്ത് ചെയ്തു? വിഷുവായി പഠിച്ചറിഞ്ഞു, ജീവിതത്തിൽ പാത്രമാക്കി. ഏതുവരെ? അവസാനമായി നിർബന്ധമാക്കി എന്തായിരുന്നു? ഹജ്ജായിരുന്നു. ഖുദൂ മനാസികക്കും മിന്നി, നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക. അതും ആര് പഠിപ്പിച്ചു കൊടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പം നമസ്കാരം മുതൽ ഹജ്ജ് വരെയുള്ള എല്ലാ നിർബന്ധ കർമ്മങ്ങളും ആര് പഠിപ്പിച്ചു തന്നു കൊടുത്തു? സഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിൻ്റെ വഹി മുഖേന. അങ്ങനെ പുറമെ സുന്നത്തായ, അതായത് ഫർളല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ കൂലി കിട്ടുന്നത്, ഒപ്പിച്ചാൽ കൂലി കിട്ടാത്ത കാര്യങ്ങൾ, അതിന് സുന്നത്ത് നമ്മൾ സാധാരണ പറയാറുണ്ട്. മനസ്സിലായ? അക്കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. നമസ്കാരത്തിൻ്റെ മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ, എന്തൊക്കെ സുന്നത്ത് സംസ്കാരങ്ങളുണ്ട്, രാത്രി നമസ്കാരങ്ങൾ, ഇതൊക്കെ ആര് പഠിപ്പിച്ചു കൊടുത്തു? സ്വയം പഠിപ്പിച്ചു കൊടുത്തു. ഇതുപോലെ മറ്റെല്ലാ അമലുകളും സുന്നത്ത അമലുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് സല്ലല്ലാഹു പറയുകയുണ്ടായി, എന്നോട് എൻ്റെ അടിയാൻ കൂടുതൽ അടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഫർളായ അമലുകൾ ഫർളായ അമലുകൾ ചെയ്തുകൊണ്ടാണ് എൻ്റെ അടിയാൻ എന്നിലേക്ക് അടുക്കേണ്ടത്. അത്ര ഇഷ്ടപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിന് വേറെ ഇല്ല. അള്ളാഹുവിലേക്ക്, അള്ളാഹു സാമീപ്യം, അള്ളാഹു തൃപ്തി കരസ്ഥമാക്കുവാൻ ഒരടിമ ചെയ്യേണ്ടത് എന്താവുന്നു? ഫർളായ അമലുകൾ എന്തൊക്കെയുണ്ടോ
അത് അതിൻ്റെ രൂപത്തിലൂടെ പൂർണ്ണമായി ചെയ്യുക. പിന്നീട് ആ ഫർള അമലുകൾ തന്നെ സുന്നത്ത അമലുകളും നബി സ്വല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞത്ര കൊണ്ടുവരിക. ഫർളും സുന്നത്തുമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത്. മനസ്സിലായ? മനസ്സിലായ എങ്ങനെയാണ് അള്ളാഹുലേക്ക് അടുക്കേണ്ടത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പറയുകയുണ്ടായി, പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു. എൻ്റെ സമൂഹം 73 പിരിയും. എൻ്റെ സമൂഹം എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാ? പരിശുദ്ധ ഖുർആൻ ഓതുന്നവര്, ഖിബ്ല കഅബാലയം ഖിബ്ലയായി സ്വീകരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനെ അംഗീകരിച്ചവര്. മനസ്സിലാണ്ട? നബി സല്ലല്ലാഹു അലൈഹി സമൂഹം എന്ന് പറഞ്ഞാൽ മനസ്സിലാണ്ട ആരാണ് നബി സല്ലല്ലാഹു അലൈഹി സമൂഹം? ഖുർആൻ അംഗീകരിക്കുക, ഖുർആൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് ചെയ്യുക? അംഗീകരിക്കുക. അതോടുകൂടി കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക. ഇങ്ങനെയുള്ളവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം. ഈ സമൂഹം എന്താവും? 73 പിരിയും. ഒന്ന് മാത്രമാണ് സ്വർഗത്തിലേക്ക്, ബാക്കി മുഴുവൻ അങ്ങോട്ടാ? നരകത്തിലേക്കാണ്. നിസ്കരിക്കുന്നവര്, നോമ്പ് വെക്കുന്നവര്, ഹജ്ജ് ചെയ്യുന്നവര്, സക്കാത്ത് കൊടുക്കുന്നവര്, ഗൗരവപ്പെട്ട കാര്യമല്ലേ? ഖുർആൻ പാരായണം ചെയ്യുന്നവര്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് സ്വീകരിച്ചവര്. മനസ്സിലാണ്ട? പെട്ട പാർട്ടിക്കാർ 73 പിരിയും. അതിൽ ഒന്ന് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ, ബാക്കി 72 നരകത്തിലേക്കാണെന്ന് സഹാബികൾ ചോദിക്കുകയുണ്ടായി. ആ നരകത്തെ ഏതാണ് വിജയിച്ച ആ കക്ഷികൾ? വിശ്വാസം പറയുകയുണ്ടായി, മാ അന അലൈഹി വസ്ഹബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും എൻ്റെ സഹാബത്തും ഏതോ ഒരു മാർഗത്തിലുള്ള ആ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി സഹാബിമാരെ പഠിപ്പിച്ചു കൊടുത്തു, അപ്രകാരം ദീനി കാര്യങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ച് ജീവിച്ചു പോരുന്ന വരെ മാ അന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗം ആ മാർഗം. അല്ലാത്തവരൊക്കെ ആ മാർഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈമാൻ പഠിച്ചുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യം കർശനമായി പറഞ്ഞു. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ട് പറഞ്ഞു? സ്വദേശം പറയാറുണ്ട്, ഷർറൽ ഉമൂർ, മതകാര്യങ്ങൾ ഷർറായ കാര്യം, മുഹദസാത്തുഹ, അതിൽ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യങ്ങളാവുന്നു. കുല്ല മുഹദസ ബിദ്അ, എല്ലാ പുതുതായി നിർമ്മിച്ച കാര്യങ്ങളും ബിദ്അത്താവുന്നു, പ്രത്യേക ആചാരങ്ങളാവുന്നു. കുല്ല ബിദ്അത്തുൻ വലാല, എല്ലാ ബിദ്അത്തുകളും വലാലത്തും വഴിച്ചു മാർഗമാകുന്നു. കുല്ല വലാലത്തുൻ ഫിന്നാർ, എല്ലാ വഴിച്ചു മാർഗങ്ങളും നരകത്തിലേക്കുള്ളതാവുന്നു. മനസ്സിലാകണ്ട? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ, അതാണ് ഷർറൽ ഉമൂർ. അത് നല്ലത് എന്ന നിലക്ക് ജനങ്ങൾ ആവർത്തിച്ചാൽ, ചെയ്താൽ, ഖുർആനോ ഹദീസോ തെളിവില്ലാത്ത കാര്യങ്ങൾ പൂർവീകന്മാരെ നമ്മളെ വാപ്പാപ്പന്മാർ ചെയ്തു പോന്നു എന്നുള്ള ഒരു വർത്തമാനത്തിൻ്റെ പിന്നാലെ കൂടി അത് അനുഷ്ഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവുന്നത്? എന്താണ്? ഷർറുൽ ഉമൂറാവുന്നു. അതേ കാര്യം വെച്ചിട്ട് ഷർറായ കാര്യം. ഷർറ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ എന്താ ഷർറ്? എന്ത് ഷർറ്? ഷർറ് പറഞ്ഞാൽ എന്താണ് ഷർറ്? ഷർറ് ശുർക്കും പെട്ടു, ഒക്കെ പെട്ടു. അതായത് ഷർറ്
ഷെറ് ഹൈറ് ഷെറ്, നമ്മൾ ഹൈറും ഷെറും നമ്മൾ പറയില്ല. ഹൈറ് നല്ലതായ കാര്യങ്ങൾ, ഷെറ് ദുഷിച്ച കാര്യങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ. അള്ളാഹു വെറുക്കപ്പെട്ട കാര്യങ്ങൾക്കാണ് ഷെറ് എന്ന് പറയുന്നത്. ഹൈറ് എന്നാലോ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക്, വിശ്വാസം ഒപ്പിച്ചെന്ന കാര്യങ്ങളാണ് എന്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. വിശ്വാസം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ നമ്മൾ നല്ലത് നിലയ്ക്ക് ചെയ്യാം, അതാണ് ഷർറായ കാര്യം. അതുകൊണ്ട് ശിർക്കും വരും, ശിർക്കല്ലാത്ത കാര്യങ്ങൾ വരും. പഞ്ചവക്ത നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ, സമസ്ത പള്ളിയിൽ പോയി കാണാം, ഇമാമ് കൈ പ്രാർത്ഥിക്കുന്നു, മൗമിങ്ങൾ കൈപ്പുറത്തി ഉയർത്തി ആമീൻ പറയുന്ന സമ്പ്രദായം അല്ലേ? അല്ലാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, സ്വർഗം ചോദിക്കുന്നു, നരകത്തിന് രക്ഷ ചോദിക്കുന്നു എന്നിരിക്കുക. എന്നാൽ പോലും എന്താവുന്നു, അത് ഷർറുൽ ഉമൂറാണ്, നമ്മുടെ കാര്യങ്ങൾ വെച്ച് ഷർറായ കാര്യങ്ങളാണ് എന്ന് എഴുതിയ ശിർക്ക് എത്തിപ്പെടുന്നില്ല. മനസ്സിലാണ്ട? ശിർക്ക് എത്തിപ്പെടുന്നില്ല. മനസ്സിലാണ്ട പറയേണ്ടത് ഷർറാണ്, കുറ്റകരമായ കാര്യങ്ങളാണ്. വിശ്വാസം അങ്ങനെ പഠിപ്പിച്ചു തന്നില്ല. അതേപോലെ തന്നെ മരിച്ച വീട്ടിൽ ചെയ്യുന്നു ഖുർആൻ പാരായണം ചെയ്യുന്നത് നല്ലതല്ലേ? പക്ഷെ മരിച്ച വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസം പഠിപ്പിച്ചെന്നില്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നത് വിശ്വാസം പഠിപ്പിച്ചെന്നില്ല. ഇത്തരം കാര്യങ്ങൾ, ഷർറായ കാര്യങ്ങൾ ധാരാളമുണ്ട്. ജന്മദിനം കൊണ്ടാടുക ഷർറായ കാര്യങ്ങളാണ്. നബി ശരിയിൽ പെടാത്ത കാര്യമാണ്. നബി ജന്മദിനം കൊണ്ടാടുക റബീഉൽ മാസത്തിൽ, അത് കൂലികിട്ട് കാര്യമായിരുന്നെങ്കിൽ വിശ്വാസം നമുക്ക് എന്ത് ചെയ്യുന്നു, സാഹിബിനെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ നബിയും സാഹിബത്തും അത് മാതൃകയായി വിട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്കും അത് മാതൃകയായി. വിശ്വാസം ശരിയില്ല. അത് ധാരാളം കാര്യങ്ങൾ. എന്നെ പോലെ തന്നെ ജാരങ്ങളുണ്ടാക്കി ജാരങ്ങളിൽ പോയി സങ്കടം പറയുക, ജാരങ്ങളിലേക്ക് നേർച്ചയാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുവാനായി സ്വലാത്തുകളിൽ പോവുക. നബിയെ, ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, പാപം പുറത്തേണേ എന്നൊക്കെ എന്ത് ചെയ്യുക, പണ്ഡിതന്മാർ ചൊല്ലിക്കൊടുക്കുന്ന പോലെ ചൊല്ലുക. ഇതൊക്കെ എന്താവുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങളാവുന്നു, അനാചാരങ്ങളാവുന്നു, സാഹിബന്മാർക്ക് വീരമില്ലാത്ത കാര്യങ്ങളാവുന്നു. മൗലൂദ്, റാത്തീബ്, ഹദ്ദാദ്, കുത്തുബയ്ത്ത് പോലെ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ സഹാബിമാർ അനുഷ്ഠിക്കാത്ത കാര്യങ്ങളാവുന്നു. അപ്പോൾ സഹാബിമാർ അനുഷ്ഠിക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെ ഉപേക്ഷിക്കുകയാണ് സൂക്ഷ്മത പാലിക്കുന്നവർ ചെയ്യേണ്ടത്. അതിൻ്റെ അപകടം വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ്. കാരണം നബി സ്വല്ലല്ലാഹു പഠിപ്പിക്കാത്ത കാര്യങ്ങൾ എന്തുകൊണ്ട് ജൂത ക്രിസ്ത്യാനിമാരെ കോപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി? അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പ്രവാചകന്മാരെ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നു, പഠിപ്പിച്ച കാര്യങ്ങൾ വെട്ടിച്ചുരുക്കുകയും ചെയ്തു. കൂട്ടിച്ചേർത്ത് വെട്ടിച്ചുരുക്കി. രണ്ടും അപകടകരമായ കാര്യമാണ്. മാത്രം എന്നിട്ട് എന്ത് ചെയ്തു? ആ പണ്ഡിത പൗരന്മാരെ പിൻപറ്റി ജീവിച്ചു പോകുന്നു. അതൊക്കെ എന്ത് ചെയ്യുന്നു? അപകടകരമായ കാര്യമാവുന്നു. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാക്കുക, ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കുക, എന്നിട്ട് ആ പണ്ഡിത പൗരന്മാരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ആ പണ്ഡിത പൗരന്മാരെ ആരാധിക്കുന്ന തുല്യമാവുന്നു എന്നുകൂടെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല സൂറത്ത് തൗബയിൽ ഒരായത്തിലൂടെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതിന് വിശദീകരണമായി വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല ഹലാലാക്കിയ കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യാം. അങ്ങനെയാണ് സഹാബിമാർ ദീൻ ജീവിതത്തിൽ പാത്തിമാക്കി നമുക്ക് വേണ്ടി വിട്ടേച്ച് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം പിൻപറ്റി ജീവിക്കുക, ഇല്ല എങ്കിൽ വഴി വെച്ച് പോകും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എത്ര വലിയ മഹാപണ്ഡിതനായാലും ശരി തെറ്റുകുറ്റങ്ങൾ വരും.
അപ്പോൾ ഒരു പണ്ഡിതനെ പിൻപറ്റിയാൽ ആ തെറ്റുകുറ്റങ്ങളായിരിക്കും നാം പിൻപറ്റുന്നത്. അതോടുകൂടി പല തെറ്റുകുറ്റങ്ങളും നാം ചെയ്യേണ്ടി വരും. എന്തിനധികം പറയുന്നു, നമ്മുടെ ഷഹാത്ത് ബാത്തിലേക്ക് കഴിയുന്ന തെറ്റുകുറ്റങ്ങളിലേക്ക് വരെ നാം വിദേഹത്തിലൂടെ എത്തിപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഓരോ പ്രസംഗങ്ങൾക്ക് മുമ്പ് വശറൽ ഉമൂർ മുഹ്ദാസുഹാ, മതകാലം ഷർറായ കാര്യം പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാണ്. എന്തിനു വേണ്ടിയിട്ട്? അത് വിട്ടു നിൽക്കണം, മുന്നറിയിപ്പ് നൽകുകയാണ്. നബി പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങളെ അത് വിട്ടു നിൽക്കണം. ബദിയെ രക്ഷിക്കണേ, മുജിയെ രക്ഷിക്കണേ, മുത്തുനബിയെ പാപം മുറുത്തേനെ പോലെയുള്ള കാര്യങ്ങൾ, അള്ളാഹു ഒഴിയുള്ളവരോടുള്ള പ്രാർത്ഥന, മനുഷ്യ കഴിവിൻ്റെ അപ്പുറം ഉള്ള സഹായാഭ്യർത്ഥനകൾ, കാര്യകാല ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ടെലിഫോണിലൂടെ മറ്റെന്തെങ്കിലും മാധ്യമങ്ങളിൽ കൂടെയോ ഉള്ള സഹായാഭ്യർത്ഥന, കാര്യകാരണത്തിൻ്റെ അടിസ്ഥാന സഹായാഭ്യർത്ഥന, അത് പുണ്യകരമായ കാര്യങ്ങൾക്ക് നമുക്ക് അനുവദിച്ചു വന്നു. കുറ്റകരമായ കാര്യങ്ങൾ അതും വിരോധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊന്നും കൂടാതെ അള്ളാഹുവെ രക്ഷിക്കണേ, അപ്പം അള്ളാഹുവിലേക്ക് നമ്മളെന്ന് രക്ഷ ചോദിച്ചു, ഓഹേ പാപം പുറത്തേനെ, ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹുവാണ് നമ്മൾ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമ്മൾ പാപം ഓർക്കുന്നവൻ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹു നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, അള്ളാഹു പുറത്തു തരും എന്ന പ്രതീക്ഷയോടുകൂടി നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, തേടുന്നു, സഹായം ചോദിക്കുന്നു, പാപവും തേടുന്നു. ഇതൊക്കെ എന്താകുന്നു? അത് പ്രാർത്ഥനകളാവുന്നു, ആരാധനകളാവുന്നു. ആരാധകരൻ അള്ളാഹുവായിരിക്കെ അതൊക്കെ പ്രതിഫലം അള്ളാഹു എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് പരലോകത്ത് നൽകപ്പെടും. നമ്മൾ ചോദിച്ച് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതൊക്കെ തന്നെ ലോകത്ത് വെച്ച് തരുക തന്നെ ചെയ്യും. ഇല്ലെങ്കിലും അതിന് പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തും. പ്രാർത്ഥനയാണ്, പ്രാർത്ഥന ആരാധനയാവുന്നു, ആരാധിക്കാൻ അള്ളാഹുവാണ്. അത് ഈ പ്രാർത്ഥനയിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, അതിൽ നേർച്ച ഇതേപോലെ ആരാധനയാവുന്നു, അറിവ് ആരാധനയാവുന്നു. അള്ളാഹുവിൻ്റെ പേരിലാണ് നേർച്ച വയ്ക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കേണ്ടത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുവിനോട് ചെയ്യേണ്ട കർമ്മങ്ങൾ, ഇബാദത്തുകൾ അള്ളാഹുവിനവർക്ക് സമർപ്പിക്കുക എന്നുള്ളതാവുന്നു മഹാപാപമായ ശിർക്ക്. അള്ളാഹുവിന് സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ, നേർച്ചകൾ, പാപവും തേട്ടങ്ങൾ, അറിവുകളൊക്കെ തന്നെ ഇബാദത്താവുന്നു, തൗഹീദാവുന്നു. ആരാധനകൾ മുഴുവൻ അള്ളാഹുവിന് സമർപ്പിക്കുക എന്നുള്ളതാണ് തൗഹീദ്. അതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് ശിർക്കുകൾ സമർപ്പിച്ചാൽ ശിർക്ക് വരും. ശിർക്കോടുകൂടി മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുമില്ല. നമ്മൾ അമലുകളൊക്കെ തന്നെ അള്ളാഹു നശിപ്പിച്ച് കളയും. അപ്പോൾ ആരാധനകൾ അള്ളാഹുവിന് സമർപ്പിക്കുക, നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും പാപവും നേട്ടങ്ങളും ഒക്കെ തന്നെ, അത് തൗഹീദ്. അതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് ശിർക്കുകൾ സമർപ്പിക്കുക, അത് ശിർക്ക്. അപ്പോൾ നമ്മളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ് നമ്മുടെ ഷഹാത്ത്. അള്ളാഹു അല്ലാതെ ആരാധനക്കരനായി മറ്റാരുമില്ല. മനസ്സവാച കർമ്മ നാം എന്ത് ചെയ്യുന്നു? സ്വീകരിക്കണം. വഅശ്ഹദു അന്ന റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. രണ്ടാമത് ഷഹാദത്ത്. ആരാധനകൾ മുഴുവനും അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ നേർച്ചകളും പ്രാർത്ഥനകളും പാപം നേട്ടങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ കലിമ പ്രാവർത്തികമാക്കി, അത് യാഥാർത്ഥ്യമായി സത്യമാക്കി. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റി
രണ്ടാമത്തെ ഷഹാദത്തും നമ്മൾ സ്വീകരിച്ചവരായി. കാരണം നേർച്ചകളും പ്രാർത്ഥനകളും പാപവും നേട്ടങ്ങളും ഒക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് സമർപ്പിച്ചതായിട്ടാണ് നമ്മുടെ പ്രമാണങ്ങൾ കാണുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പിൻപറ്റി. സഹാബിയന്മാർ നബി സഹാബത്തും ജീവിതത്തിൽ പാത്തുമാക്കി മാതൃകയായി കാണിച്ച കാര്യങ്ങൾ നമ്മളും ജീവിതത്തിൽ പാത്തുമാക്കി. അപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചു, പ്രവർത്തിച്ചു, അതനുസരിച്ച് പ്രവർത്തിച്ചു. അപ്പോൾ രണ്ടാമത്തെ ഷഹാദത്തും അഷ്ഹദു അന്ന റസൂലുള്ളാഹി എന്ന ഷഹാദത്തും നമ്മൾ എന്ത് ചെയ്തു? പ്രാവർത്തികമാക്കി. ഇതിന് വിപരീതമായി മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിച്ചാൽ, വഫാത്തായ പ്രവാചകനോട് പാപം തേടിയാൽ, മുത്തുനബിയോട് പാപം തേടിയാൽ, മരിച്ചവർക്ക് നേർച്ച അർപ്പിച്ചാൽ, നശിച്ചവരുടെ പേരിൽ അറുത്താൽ, ഇതൊക്കെ ഷറൽ ഉമൂർ, അത് കാര്യം ഷറായ കാര്യങ്ങളാണ്. പഠിപ്പിക്കാത്ത കാര്യങ്ങൾ സാഹിബന്മാർക്ക്. നബി സാഹിബത്തും വിട്ടേച്ച കാര്യങ്ങളില്ലാത്ത കാര്യങ്ങൾ, അതാണ് ബിദഅത്ത് വലാലത്ത് വഴി കാര്യങ്ങൾ. അത് നമ്മൾ അനുഷ്ഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് നൽകാണ് ജന്മദിനം കൊണ്ടാടല്, മൗലൂദ്, റാത്തി, ബദാത്ത്, കുത്തിവെയ്ത്തൊക്കെ ചെയ്യാറുള്ളത്. അതൊന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളല്ല. അത്തരം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ പാത്രമാക്കുമ്പോൾ നാം എന്ത് ചെയ്തു? ബിദഅത്തിലൂടെ നാം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിദഅത്തോടുകൂടി ജീവിക്കുന്നവർക്ക് ആ തോപ പോലും അള്ളാഹ് സ്വീകരിക്കൂല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അത് നല്ല നിലയ്ക്ക് നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മളതിന് വിട്ടു നിൽക്കൂല. കാരണം നല്ല നിലയ്ക്കാണല്ലോ പണ്ഡിതന്മാർ ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ ചെയ്തെങ്കിലേ നമുക്ക് സ്വർഗ്ഗം കരസ്ഥമാക്കാൻ പറ്റുള്ളൂ, മുജാഹിദീങ്ങൾ ചെയ്യുന്നില്ല, ആര് വഴിച്ചോരാൻ വഴിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അനാചാരം ചെയ്യുന്നതോടുകൂടി നമ്മളെന്ത് ചെയ്യുന്നു? ശിർക്കിലെത്തിപ്പെടുന്നു. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, പല കാര്യങ്ങളും അനാചാരങ്ങളാണ്, മുഴുവൻ അനാചാരങ്ങളാണ്. ശിർക്ക് എത്തിപ്പെടുന്നുണ്ട്, എത്തിപ്പെടാത്തതുണ്ട്. ശിർക്ക് എത്തിപ്പെട്ടാലും ശരി, എത്തിപ്പെട്ടില്ലെങ്കിൽ ശരി, പണ്ഡിതന്മാരെ നമ്മൾ പിൻപറ്റി അതനുഷ്ഠിച്ച് നമ്മൾ ജീവിച്ചാൽ, നല്ല നിലയിൽ ജീവിച്ചാൽ, പണ്ഡിതന്മാരെ പിൻപറ്റുന്നത് പോലും എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം പണ്ഡിതന്മാരെ ആരാധിക്കുന്നതിന് തുല്യമായി തീരും. ശിർക്കല്ലാത്തൊരു കാര്യമാകട്ടെ, ഹറാമായൊരു കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മളെന്ത് ചെയ്ത് പിൻപറ്റി നല്ലത് നിൽക്കുകയെങ്കിൽ അത് പണ്ഡിതന്മാരെ ആരാധിക്കുന്നതിന് തുല്യമാകുന്നു. അതുകൊണ്ട് തന്നെ ഭയപ്പാടോടുകൂടി മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരപ്പെടാത്ത കാര്യങ്ങൾ, സാഹിബിനെ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, ഒരു ഇബാദത്തുകളും നമ്മൾ അനുഷ്ഠിക്കരുത്. എങ്കിലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് സാഹിബിനെ പഠിപ്പിച്ചു കൊടുത്ത്, സാബി, ഞാൻ എൻ്റെ സാബ് ചെയ്തൊരു മാർഗം, ആ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. അന്നഹാദ സ്വാത്തി മുസ്തഖീമ ഫത്ബഉ, സൂറത്ത് ആമിൽ അല്ലാഹു തആല പറയുകയുണ്ടായി, ഇത് എൻ്റെ മാർഗം, ചൊവ്വായ മാർഗം, അത് നിങ്ങൾ പിൻപറ്റുക, വിവിധ മാർഗങ്ങൾ പിൻപറ്റരുത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ പഠിപ്പിച്ചു കൊടുത്ത്, നബിയും സഹാബത്തും വിട്ടേച്ചു പോയ ആ മാതൃകാ ജീവിതമാണ് നാം സ്വീകരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ സ്വീകരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കുന്നവരായി, ഷഹാദത്തിനെ കാത്തു സൂക്ഷിക്കുന്നവരായി. അത് വിട്ടുകൊണ്ട് പണ്ഡിതനെ പിൻപറ്റിയാൽ ഷഹാദത്തിന് പൊളിച്ചവരായി, ശിർക്കിലേക്ക് ഉപ്പ് കുത്തുന്നവരായി. പണ്ഡിതന്മാർ പറയുന്ന ന്യായം പൂർവികന്മാരായ ആളുകൾ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. ആ പൂർവികന്മാരായ ആളുകളൊക്കെ സ്വർഗത്തിലേക്കാണ് എന്ന് വഹി മുഖേന അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നില്ലല്ലോ. കാരണം റസൂൽ വഫാത്തായി, ഇനി വഹി നിലച്ചുപോയി. അവരൊക്കെ ചെയ്തത് ശരിയാണ് എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തരാൻ പിന്നെ ഇവിടെ ആരുമില്ലല്ലോ. വഹി മുഖേനയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ ദീൻ പഠിപ്പിച്ചു കൊടുത്തത്.
വഹ്യ് മുറിഞ്ഞതോടുകൂടി നിരച്ചതോടുകൂടി ഖുർആനോ ഹദീസോ തെളിവില്ലാത്ത കാര്യങ്ങൾ മാതൃകയായി നാം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം അപകടകരമായ കാര്യമാവുന്നു എന്നാണ് ഇത്രയും പറഞ്ഞു നിന്നും നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദീർഘിച്ചു പോകുന്ന കരുതി ചുരുക്കുകയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയും പഠിച്ചറിഞ്ഞുകൊണ്ട് അസ്ഹാബി ഞാൻ എൻ്റെ സഹാബത്തും ഏതൊരു മാർഗ്ഗം ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് വൻഹാദ സിറാത്തി മുസ്തഖീമ ഇത് എൻ്റെ മാർഗം ചൊവ്വയ മാർഗം അത് നിങ്ങൾ പിൻപറ്റുക എന്ന് പറഞ്ഞ ആ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ചൊവ്വ പാതയിലേക്ക് ഞങ്ങളെ മാർഗദർശനം നൽകണമേ, വഴി കാണിച്ചു തരണമേ എന്നുള്ള പ്രാർത്ഥന നിലനിർത്തിക്കൊണ്ട് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന പ്രതിജ്ഞ എന്നെ മാത്രങ്ങൾ ആരാധിക്കുകയും എന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു. ആരാധനയിൽപ്പെട്ട സഹായഭ്യർത്ഥന അല്ലാഹുവിനോട് മാത്രം. സഹായഭ്യർത്ഥന രണ്ട് തരമുണ്ട്. ഒന്ന് പരസ്പര സഹായഭ്യർത്ഥന, കണ്ടും കേട്ടുകൊണ്ട് ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ടെലിഫോണും കൂടിയുള്ള സഹായഭ്യർത്ഥന. മറ്റൊന്ന് വൈബിയാനുള്ള സഹായഭ്യർത്ഥന. അതാണ് പ്രാർത്ഥന. അത് അല്ലാഹുവിനോട് മാത്രം. അതാണ് പ്രതിജ്ഞ. ഇയ്യാക നഅ്ബുദു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഇയ്യാക നസ്തഈൻ എന്നോട് മാത്രം ഞങ്ങൾ സഹായം ചെയ്യുന്നു. ആരാധനയിൽപ്പെട്ട സഹായഭ്യർത്ഥന അത് അല്ലാഹുവിനോട് മാത്രം. ആ പ്രാർത്ഥന, ആ പ്രതിജ്ഞ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم. انت المستعان وعليك البلاغ لا حول ولا قوه الا بالله. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم انا نسالك الجنه الفردوس ونستجيرك من النار. اللهم انا نسالك الجنه الفردوس ونستجيرك من النار. اللهم انا نسالك الجنه الفردوس ونستجيرك من النار. ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اشهد ان لا اله الا الله واشهد ان محمدا رسول الله واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمة الله.